രാഷ്ട്രപതി എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ ഫസ്റ്റ് സിറ്റിസൺ ആണ്, അല്ലെ, ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് ആണ്. അപ്പോൾ അവർ സംസാരിക്കുമ്പം തളർന്നുപോയി, അവർക്ക് ആരോഗ്യമുണ്ടായിരുന്നില്ല തുടങ്ങിയിട്ടുള്ള വാക്കുകൾ നമ്മുടെ ജനാധിപത്യത്തിൽ ആരും ഉപയോഗിച്ചിട്ടില്ല, ഉപയോഗിക്കാൻ പാടുള്ളതല്ല. കാരണം ഒരു ഹെഡ് ഓഫ് ദി സ്റ്റേറ്റിനെ നമ്മൾ വീക്കായിട്ട് എവിടെയും പറഞ്ഞുകൂടാ. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം വെച്ചാൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി, രാജ്യത്തിന്റെ പ്രസിഡന്റ് എന്നൊക്കെ പറയുന്നത് വളരെ ആരോഗ്യമുള്ള ചുറുചുറുക്കുള്ള ആളുകളാണ് എന്നുള്ളതാണല്ലോ. അപ്പൊ അങ്ങനെ വലിയ കോൺസ്റ്റിറ്റ്യൂഷണൽ പദവികളിലൊക്കെ ഇരിക്കുന്ന ആളുകളെ കുറിച്ച് അവരെ പരിഹസിക്കുന്ന രീതിയിലൊക്കെ ഒരു നിയന്ത്രണം നമ്മൾ പാലിക്കേണ്ടതുണ്ട്. ചെറിയൊരാളല്ല ദ്രൗപദി മുർമുവിന് വലിയ ചരിത്രമുണ്ട്. ഒഡീഷയിലെ ഒരു ഗോത്ര വിഭാഗത്തിൽ നിന്ന് വരുന്നു. ഒരു പഞ്ചായത്ത് മെമ്പറായിട്ടാണ് ദ്രൗപദി മുർമു അവരുടെ ഈ പറയുന്ന രാഷ്ട്രീയ ജീവിതത്തിലെ ആദ്യത്തെ പടവ് എന്ന് പറയുന്നത് ഒരു പഞ്ചായത്ത് മെമ്പറായിട്ടാണ്. അവിടെ നിന്ന് വളർന്ന് അവർ നവീൻ പട്നായിക്കിന്റെ മന്ത്രിസഭയിൽ വളരെ പ്രധാനപ്പെട്ട പോർട്ട്ഫോളിയോസ് കൈകാര്യം ചെയ്തിട്ടുള്ള മന്ത്രിയായി മാറുന്നു. ഏറ്റവും ഒടുവിൽ അവർ ജാർഖണ്ഡ് ഗവർണറായി മാറുന്നു. അവസാനം ഇന്ത്യയുടെ രാഷ്ട്രപതിയായി മാറുന്നു. ഇന്ത്യയുടെ ഗോത്ര വിഭാഗത്തിൽ നിന്നുണ്ടാകുന്ന ആദ്യത്തെ രാഷ്ട്രപതിയായിട്ട് ദ്രൗപദി മുർമു മാറുന്നു. അങ്ങനെ ഒരു ചരിത്രം ദ്രൗപദി മുർമുവിനുണ്ട്. അപ്പൊ അതുകൊണ്ട് ദ്രൗപദി മുർമുവിനെ കുറിച്ച് അവരങ്ങ് തളർന്നുപോയി സംസാരിച്ചപ്പോൾ എന്നൊക്കെ പറയുന്നത് വളരെ സ്വാഭാവികമായി പറഞ്ഞതാണെന്നൊക്കെ നമുക്ക് വിശദീകരിക്കാമെങ്കിൽ കൂടിയും ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റിലിരിക്കുന്ന ഒരാളെ കുറിച്ചാണ് സോണിയാഗാന്ധിയെ പോലെ ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷയായിരുന്നു, ഒപ്പോസിഷൻ ലീഡറായിരുന്നു. സോണിയാഗാന്ധി മാത്രമല്ല 2004 മുതൽ 2014 വരെ UPA സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ UPAയുടെ ചെയർപേഴ്സൺ ആയിരുന്നു. ആ രീതിയിലൊക്കെ വലിയ പോസ്റ്റുകൾ ഹോൾഡ് ചെയ്തിട്ടുള്ള, ഇപ്പോഴും രാജ്യസഭാംഗമായിരിക്കുന്ന, പല തവണ റായ്ബറേലി മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിട്ടുള്ള ജനപ്രതിനിധിയായിട്ടുള്ള സോണിയാഗാന്ധിയെ പോലെ ഒരാള് ഇന്ത്യൻ രാഷ്ട്രപതിയെ കുറിച്ച് ഉപയോഗിക്കാൻ പാടില്ലാത്തൊരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നോക്കൂ, ഇപ്പൊ ഈ പ്രസംഗം